എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഓട്ടിസ്റ്റിക് ആണോ എന്നുള്ളത് ഞാൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? ഇപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു പാരൻ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നതല്ല വേണ്ടത്. നമുക്കതിൽ കുട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഏജിന് ഒപ്പമായിട്ടൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഇപ്പം 2.5 വയസ്സായിട്ടും വാക്കുകൾ പറയുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കണില്ല, ഇങ്ങനെ നമ്മൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ വൈകിക്കാതെ തന്നെ നമ്മൾ ഈ പറയുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്ന മൊത്തം ടീമിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇവാലുവേറ്ററി ഷീറ്റ്സോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂട്ടത്തിൽ പോയി കളിക്കാനൊക്കെ പ്രയാസമുള്ള കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികൾ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ടോ? ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കേണ്ടതുണ്ടോ? എന്താ പറയുക? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കളിയിലൂടെയാണ് ഒരു കുട്ടിയുടെ മാനസിക വളർച്ച ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു പ്ലേക്ക് ഒരു സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും കളിക്കേണ്ട കളികൾ, കളിപ്പാട്ടങ്ങളുടെ ഇൻട്രസ്റ്റ്, അതൊരു അപ്രോപ്രിയേറ്റ് പ്ലേ ആണോ എന്നൊക്കെ, ഇപ്പോൾ പാരലൽ പ്ലേ, സോളിറ്ററി പ്ലേ, ഇങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ ഇമിറ്റേഷൻസ് നമുക്കറിയാം അല്ലേ, ഇപ്പോൾ വീട്ടിൽ നമ്മൾ വളരുമ്പോഴൊക്കെ നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മുടെ റോൾ മോഡൽ അല്ലേ. അമ്മ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കുട്ടികൾ ചോറും കറിയും വെക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ രാവിലെ എങ്ങനെയാണോ ഓഫീസിൽ പോകുന്നത് ആ രീതിയിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഇമിറ്റേഷനും റോൾ പ്ലേയ്ക്കും ഒരു സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ ഈ പറയുന്ന സ്പെക്ട്രത്തിൽ വരുന്ന കുട്ടികളുടെ വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ ഇടപെട്ട് ആ ഒരു കളികളുടെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്ത് കളിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ ലോകത്ത് അവരുടെ രീതിയിലായിരിക്കും കളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സ്മോൾ ഗ്രൂപ്പിൽ, പാരൻസിൻ്റെ വലിയൊരു കൺസേണുമാണ്. അപ്പോൾ വലിയ ഗ്രൂപ്പിലല്ലാതെ ഒരു 2-3 കുട്ടികളുടെ കൂടെ അമ്മയും കൂടെ ഇൻവോൾവ് ചെയ്ത് പാസിങ് ദ ബോളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്ത്, അതേപോലെ തിരക്കേറിയ പാർക്കിലും മോളിലും പോവാതെ തിരക്ക് കുറഞ്ഞ പാർക്കുകളിലും ഓപ്പൺ സ്ഥലത്തുമൊക്കെ കൊണ്ടുപോയി പതുക്കെ അവരെ സോഷ്യൽ സിറ്റുവേഷൻസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ചെറിയ പ്രായത്തിൽ തന്നെ ഇത് തുടങ്ങുകയാണെങ്കിൽ വലുതാകുമ്പോൾ നല്ലൊരു ഡിഫറൻസ് കാണാം. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഓട്ടിസ്റ്റിക് ആണ് എന്ന് അവരുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ടാവുമല്ലോ. അത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കടമ്പയാണല്ലോ അത്. ഇതെങ്ങനെ ഇത് ഡീൽ ചെയ്യാറ്? അത്തരം കേസസ് വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത വരുമ്പോൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യാറ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇപ്പോൾ ഓട്ടിസം ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും എല്ലാറ്റിലും കുറച്ച് പോപ്പുലർ ആയതുകൊണ്ട് കുറേ പേർക്ക് അറിയാം. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലും ഈവൻ ആളുകൾക്ക് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം, ആ ഒരു വാക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വാക്ക് തന്നെയാണ് അല്ലേ. അതോടൊപ്പം തന്നെ ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനും വളരെയേറെ പ്രശ്നം ഉണ്ടാകും. അപ്പം നമ്മൾ ഇത് പറയുമ്പോഴും പലപ്പോഴും അങ്ങനെ ആവരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്രയും നേരത്തെ പാരൻസിനെ ഇത് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കുട്ടിയെ ഓട്ടിസ്റ്റിക് എന്നുള്ള ലേബിളൈസ് ചെയ്യാനല്ല നമ്മൾ ഡയഗ്നോസിസ് നടത്തുന്നത്. കുട്ടിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ട്സും കെയറും തെറാപ്പിയും എത്രയും നേരത്തെ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക. കാരണം ഒരു ഏർലി ഇൻഫൻസി പറയുന്ന ഒരു 1 to 4 ഇയേഴ്സിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ക്രിട്ടിക്കൽ ഫേസിൽ ബ്രെയിൻ ഗ്രോയിങ് സ്റ്റേജിലും എല്ലാം തന്നെ നമ്മൾ തെറാപ്പികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നത് എല്ലാ ഏരിയകളിലും. അപ്പം നമ്മൾ പാരൻറ്റിന് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ അവർക്ക് പ്രയാസം വരുമെന്ന് കരുതി ഫോൾസ് ഹോപ്പ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇവിടെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കാഴ്ച നഷ്ടപ്പെടും എന്നുള്ളത് എൻ്റെ ഒഫ്താൽമോളജിസ്റ്റ് വളരെ ബ്ലാങ്ക് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, വിതിൻ ദിസ് മച്ച് ഡേയ്സ് യു വിൽ ബി ബ്ലൈൻഡ്. അന്ന് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെന്തായാലും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ഫേസ് ഏത് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന നെഗറ്റിവിറ്റിയോ അങ്ങനെയാണ്, അതെന്തോ തന്നെ ആവട്ടെ. അപ്പോൾ ആദ്യം അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ വരും. പക്ഷേ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കുട്ടിയുടെ ലിമിറ്റേഷൻസും മനസ്സിലാക്കി അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒരിക്കലും താഴേക്ക് പോവില്ല, കുട്ടിക്കും നല്ലൊരു ഡെവലപ്മെൻറ്റ് കാണും. ഇതിനാണ് നമ്മൾ സപ്പോർട്ടീവായി നിൽക്കേണ്ടത് പാരൻസിന്. ഓക്കെ, അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളല്ലേ, ഭയങ്കര ഹൃദയഭേദകമായിട്ട് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടോ? ഇപ്പം ഇതിൽ പറയുകയാണെങ്കിൽ ജീവനിയം
ഓട്ടിസം മേഖലയിൽ ഇപ്പോൾ ഒരു നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന കുട്ടിയാണ്. ഓക്കെ, ടോജോ എന്നായിരുന്നു അവൻ്റെ പേര്. അപ്പം അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോജോയിലൂടെയാണ് ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും എല്ലാം മനസ്സിലാക്കുന്നത്. ബേസിക്കലി അന്ന് ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ജീവനത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോജോ അന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന പ്രായമായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ടോജോ മുത്തന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിയിൽ നിന്ന് മുട്ടും. ഓക്കെ, അതേപോലെ തന്നെ ടോജോ അന്ന് കംപ്ലീറ്റ്ലി നോൺ വെർബൽ ആയിരുന്നു. അപ്പോൾ സ്പീച്ച് പെത്തോളജിസ്റ്റും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും അവനെ കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടറിലൂടെയൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത് ടോജോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും, അതായത് ഈ പറയുന്ന ഒരു ഈഫിൽ ടവർ, ഇതൊക്കെ നമ്മൾ പിക്ചർ കാണിച്ചപ്പം ടോജോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അങ്ങനെയാണ് 7 സ്കിൽസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ സെൻസറി ഇഷ്യൂസ്, ടോജോ എപ്പോഴും വരുമ്പം വഴിയിലുള്ള പുല്ലുകളെല്ലാം പറിച്ച് കൈ കൊണ്ടുവരും, നമ്മുടെ കേർട്ടൻസ് കാര്യങ്ങൾ. അപ്പോൾ ഈ സെൻസറി ഏരിയ എന്താണെന്നുള്ളതും ഇതിനൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുക, അവിടെ നോ ടോജോ എന്ന് പറയുകയല്ല വേണ്ടത്, പകരം ആ ഏരിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നത് ടോജോയിലൂടെയാണ്. ഓക്കെ, പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 വർഷം മുമ്പ് നമ്മൾ ഓട്ടിസം ഡേക്ക് റെയിൻബോ റാപ്സോഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ടോജോ വന്ന സമയത്ത് ടോജോ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ വീണ്ടും പണ്ട് ടോജോ എന്ന് ജീവനത്തിൽ വരുന്നു, നെറ്റിയിൽ എനിക്ക് ഒരു മുത്തം തരുന്ന പോലെ ടോജോ മുട്ട് എന്ന് പറഞ്ഞപ്പം അവൻ നെറ്റിയിൽ മുട്ടി. സോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ ആ ഒരു സ്നേഹം. ഓക്കെ, നമ്മൾ വിചാരിക്കും നമ്മളെ അവർ മറക്കും, മനസ്സിലാകും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു തലമുറ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കൂല, നമ്മൾ തന്നെ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ പക്ഷേ ഇവർ നമ്മളായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയാൽ എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് നമുക്കൊരു അൺകണ്ടീഷണൽ ലവ് തരുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രേരണി. പിന്നെ ഇതേപോലെ ഹൈ ഫങ്ഷണൽ സ്പെക്ട്രത്തിൽ വരുന്ന ഒരു മോള് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെറാപ്പിസ്റ്റ് പാട്ട് പാടുന്ന സീൻ വരച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വരയ്ക്കും. അപ്പോൾ വരച്ചപ്പോൾ അവിടെ മൈക്കിൻ്റെ ഏറ്റവും അറ്റത്തൊരു ഓറഞ്ച് കളർ അവൾ വരച്ച പെയിൻറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഓറഞ്ച് കളർ വരച്ചതെന്ന് നോക്കിയിട്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു കളർ തന്നെ എന്തുകൊണ്ട് കൊടുത്തു എന്നൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പിന്നെ ആ മൈക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൈക്കിൻ്റെ എൻഡിൽ ഓറഞ്ച് കളറാണുള്ളത്. അത്രയും വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മളിൽ ഒരാൾ പോലും അതിനവിടെ ഒരു ഓറഞ്ച് കളർ ഉണ്ടെന്ന് മനസ്സിലായില്ല. അപ്പം അവരുടെ ഒരു വിഷ്വൽ ഡീറ്റെയിലിംഗ്, ഒബ്സർവേഷൻസ്, ഇപ്പം ഓരോ കുട്ടിയും നമുക്ക് ഓരോ ദിവസവും ഓരോ ലെസനാണ്. അപ്പം ഈ പറയുകയാണെങ്കിൽ ഇമോഷണൽ ഇത് അതേപോലെ വളരെ കുഞ്ഞായി വന്ന മോന് ഞാൻ അവനെ അന്നൊക്കെ അത് തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ തെറാപ്പിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പഠിക്കാനും കാര്യങ്ങളായിട്ട് തെറാപ്പിയിലൊക്കെ കയറുമായിരുന്നു. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്ത ഇൻക്ലൂഡിങ് ആ റൂമും ഞാനിരുന്ന ചെയർ പോലും അവന് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ടച്ചിങ് ആണ്. ബിയോണ്ട് വേർഡ്സ് പറയാൻ പറ്റുള്ളൂ ഓരോ കുട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ ഓട്ടിസം എന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂറബിൾ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഇപ്പം പാരൻസും പൊതുവെ ചോദിക്കുന്ന ഒരു വലിയൊരു ചോദ്യമാണ്, എൻ്റെ കുട്ടി നോർമൽ ആകുമോ ഡോക്ടർ എന്നുള്ളത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അസുഖമല്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കുട്ടിയുടെ പ്രയാസങ്ങളും അതേപോലെ തന്നെ സ്കിൽസും രണ്ടും മനസ്സിലാക്കി കുട്ടിയുടെ സെൻസറി പ്രോബ്ലംസും സെൻസറി നീഡ്സും എല്ലാം മനസ്സിലാക്കി കുട്ടിയെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അവിടെ ക്യൂറിന് ഒരു പ്രസക്തിയുമില്ല. അതിനാണ് നമ്മൾ ഏർലി ഡയഗ്നോസിസ്, ഏർലി അക്സെപ്റ്റൻസ് ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ, ഇത് മൂന്നിൻ്റെയും പ്രാധാന്യം തന്നെ അവിടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ അവരുടെ പാരൻസിന് വേണ്ട തെറാപ്പി കൊടുക്കേണ്ടത് ആവശ്യമാണോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പാരൻസിനെ നമ്മൾ ഹീൽ ചെയ്യിക്കേണ്ടത്? ആസ് എ ഡോക്ടർ എന്താ പറയുക? ഓക്കെ, നമ്മൾ ഇപ്പം എൻ്റെ ടീം മെമ്പേഴ്സ് ഇപ്പം റീഹാബ് പ്രൊഫഷണൽസും ഡോക്ടേഴ്സും എല്ലാം ഓരോ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓഫ് കോഴ്സ് കേസ് സ്റ്റഡി ചെയ്ത് ഡെയിലി ഡിസ്കഷൻസ് ഒക്കെ നടത്തി ചെയ്യുമ്പോഴും ഞാൻ ഓൺ എ ഡെയിലി ബേസിസ് അഡ്രസ്സ് ചെയ്യുന്നത് പാരൻസിനെയാണ്. ഓക്കെ, പാരൻസ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിലും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമുക്ക് US UK എന്നൊക്കെ ക്ലയൻസ് ഉള്ളതുകൊണ്ട് എവിടെയായാലും ഇപ്പം അതിലാരെയും കുറ്റം പറയാൻ പറ്റില്ല. പലപ്പോഴും ഇപ്പം അച്ഛനും അമ്മയും ഇങ്ങനൊരു കുട്ടിയെ നേർച്ചർ ചെയ്യുമ്പോൾ പലപ്പോഴും അമ്മയായിരിക്കും ജോലിയും മറ്റും മാറ്റിവെച്ച് കുട്ടിയുടെ തെറാപ്പി, ട്രീറ്റ്മെൻറ്റ് ഇതിനൊക്കെ ഒരു ലീഡ് റോൾ എടുക്കുന്നത്. അപ്പം അവർക്ക് ഒരുപാട്
സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ ഈ കുട്ടിയെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് മെക്കാനിക്കലി ഇപ്പോൾ തെറാപ്പിസ്റ്റ് ഇന്ന് ആക്ടിവിറ്റി ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കലി ഹാപ്പി അല്ലാതെ ഒരു അമ്മ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും റിസൾട്ട് വരില്ല. അപ്പോൾ അമ്മ അല്ലെങ്കിൽ ഹൂവർ കെയർ ഗീവർ എന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ എൻറ്റയർ ഫാമിലി ഒരേപോലെ തന്നെ നന്നായിട്ട് കുട്ടിയെ ഹാപ്പി ആയിട്ട് കരുതണം. പിന്നെ നമുക്ക് ഈ കുട്ടിക്കും ഒരു റോളുണ്ട് വീട്ടിൽ, ഒരു സ്പേസ് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതേപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലെല്ലാം തന്നെ കുട്ടികളെ ഉൾപ്പെടുത്തണം. പിന്നെ പലപ്പോഴും പാരൻസ് ചെയ്യാറുള്ളൊരു തെറ്റെന്ന് വേണമെങ്കിൽ പറയാവുന്നത്, കുട്ടി കഴിക്കുമ്പോൾ ഫുഡൊക്കെ പുറത്താക്കുന്നത് കൊണ്ടൊക്കെ തന്നെ ആദ്യം കുട്ടിക്ക് ഫീഡ് ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ കൂടെ തന്നെ കുട്ടിക്കും ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കൊരു ഹോം എൻവയറമെൻറ്റ് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ആദ്യം നമ്മൾ പാരൻസിനെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂട്ടണം അല്ലേ. അപ്പം ഇതിലേക്ക് ഈ ഒരു ഫാമിലി സപ്പോർട്ടീവ് പ്രോഗ്രാമും പാരൻസിൻ്റെ ഇമോഷണൽ വെൽബീയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പുതിയതായി വരാൻ പോകുന്ന മെഡിപോളിസിൽ ഒരു ഫാമിലി കെയർ യൂണിറ്റ് തന്നെ, അതായത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ഫാമിലി കെയർ എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ സെക്സ് എഡ്യൂക്കേഷൻ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ റെഗുലർ സ്കൂളുകൾ സെക്സ് എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തും എന്നൊക്കെ മിനിസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ടാവുമല്ലോ. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടും മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക? ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മൈൽഡ് ടു മോഡറേറ്റ്, ഹൈ ഫങ്ഷണൽ, ഇങ്ങനെ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഒക്കെ തന്നെ ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇപ്പം നമ്മളൊരു സോ കോൾ ടിപ്പിക്കൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട മെത്തേഡിലൊന്നും തന്നെ പറ്റില്ല. പക്ഷേ അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഓരോ കുട്ടിയുടെയും തോട്ട് പ്രോസസ്സ്, ലാംഗ്വേജ് പ്രോസസ്സ്, അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരെയും ചെറിയ പ്രായത്തിൽ തന്നെ ഇതെല്ലാം മേ ബി ഒരു വിഷ്വൽ ലേണർ ആണെങ്കിൽ വിഷ്വൽ ക്യൂസിലൂടെയും സ്റ്റോറി മോഡൽ, സോഷ്യൽ സ്റ്റോറിയിലൂടെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ നമ്മളിപ്പോൾ വലുതാകുമ്പോൾ ടീനേജ് ആകുമ്പോഴും പാരൻസ് പറയുന്ന വലിയൊരു കൺസേൺ ആണ് ഇപ്പം മാസ്റ്റുർബേഷൻ, അതൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ ഇവർ പാരൻസും ഇപ്പോൾ അവർക്ക് എവിടെ എങ്ങനെയെന്നൊക്കെ അറിയാത്തത് കൊണ്ട് അതിനെയൊക്കെ സപ്രസ് ചെയ്യാനൊക്കെ നോക്കുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നമ്മൾ നടക്കുന്ന എല്ലാ ബയോളജിക്കൽ പ്രോസസ്സും ഒരേപോലെയാണ് അല്ലേ. ഹോർമോണൽ ചേഞ്ചസും എല്ലാം എല്ലാ വ്യക്തികളിലുള്ള പോലെ തന്നെയാണ് അവരിലും നടക്കുന്നത്. അപ്പം നമ്മൾ അതൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല നോക്കേണ്ടത്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അവരുടെ സ്പേസ് കൊടുത്ത് ട്രെയിനിങ് ആണ് വേണ്ടത്. ഡെഫിനറ്റ്ലി ഓരോ കുട്ടിയുടെയും പ്രയാസം അത് പാരൻസ് ആദ്യം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും പ്രൊഫഷണൽസിൻ്റെ അടുത്തും ഓപ്പൺ അപ്പ് ചെയ്യാൻ തോന്നണം. അപ്പോൾ അതിലൊരു മോശമാണ്, അയ്യോ എൻ്റെ കുട്ടിയുടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഡോക്ടറോട് അഡ്രസ്സ് ചെയ്യുന്നത് മോശമാണെന്ന് കരുതാതെ ഓപ്പണായിട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് സയൻറ്റിഫിക്കായിട്ട് ഓരോ കുട്ടിക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ കുട്ടികളും ഓരോ വ്യക്തികളും അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന അവരുടെ സെൻസറി പ്രോസസ്സ് കൊണ്ടായിരിക്കുമല്ലോ. ഈ സെൻസറി ഇൻറ്റഗ്രേഷൻ എന്നുള്ള സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യുമോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ മോളിലൊക്കെ കുട്ടികൾ ഒന്നിക്ക് ചെവി പൊത്തി പിടിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ അവർ കുറേ നേരം നല്ല ബ്രൈറ്റ് ലൈറ്റുകൾ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഹൈറ്റിലേക്ക് അവർ വളരെ ഈസി ആയിട്ട് കയറി പോകുന്നു. ഇങ്ങനെ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും അവർക്ക് ചൂയിങ് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പം ഓരോ വ്യക്തിയും നമ്മളിപ്പോൾ ഒരു സോഷ്യൽ എൻവയൺമെൻറ്റിൽ നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു മൾട്ടി സെൻസോറിയൽ സിസ്റ്റം കൊണ്ടാണ് അല്ലേ. കേൾക്കുന്നു, കാണുന്നു, നമ്മൾ തൊട്ടറിയുന്നു അല്ലേ, എന്നിട്ട് നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും ആ ഒരു സെൻസറി ഇൻപുട്ടിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ബ്രെയിനിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. പക്ഷേ ഒരു സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉള്ള വ്യക്തികൾക്കും അതേപോലെ നമുക്കറിയാം ഓട്ടിസം ഉള്ള സ്പെക്ട്രത്തിലുള്ള കുട്ടികളുടെ അവരുടെ വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് തന്നെ സെൻസറി പ്രോസസ്സിംഗ് മെക്കാനിസം ആണ്. ഓക്കെ. അപ്പോൾ ഐദർ അവർക്ക് ഓരോ സെൻസറി സിസ്റ്റത്തിനോടും ഓവർ റെസ്പോൺസീവ് ആവാം, അണ്ടർ റെസ്പോൺസീവ് ആവാം. ഓക്കെ. ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് എത്ര സ്റ്റിമുലസ് കിട്ടിയാലും ഒരു റെസ്പോൺസ് കിട്ടില്ലെങ്കിൽ അവരത് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാം ഒരു സ്പെഷ്യൽ സ്റ്റിമുലേഷനോട്. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഓരോ സെൻസറി പ്രൊഫൈലിംഗ് ചെയ്യുന്നു ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. സെൻസറി പ്രൊഫൈലിംഗ് ഡീറ്റെയിൽഡായി ചെയ്തിട്ട് ഇതിനായിട്ട് തന്നെ പ്രത്യേകം സജ്ജമാക്കിയ ഒരു റൂമാണ് സെൻസറി ഇൻറ്റഗ്രേഷൻ റൂം. ഓക്കെ. അപ്പോൾ അവിടെ അവർക്ക് കാമിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഓരോ സിസ്റ്റത്തിനും വിഷ്വൽ ആയാലും ഓഡിറ്ററി ആയാലും വെസ്റ്റിബുലർ ആയാലും ടാക്ടൈൽ ആയാലും ഇതിനെല്ലാം കൊടുക്കേണ്ട ഇൻപുട്സ് കൃത്യമായി കൊടുക്കുകയും അവരെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് സെൻസറി ഇൻറ്റഗ്രേഷൻ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സ്പീച്ച് പ്രോബ്ലം ഉള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പാരൻസ് എങ്കിലും വെയിറ്റ് ചെയ്യും. ആ കുട്ടികളിൽ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോയി അവരുടെ പീർ ഗ്രൂപ്പായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ സംസാരിച്ച് തുടങ്ങും എന്ന് പറഞ്ഞാൽ ചില പാരൻസ് എങ്കിലും വെയിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് വൈകുന്നോറും ഇത് കൂടുതൽ ആ ട്രീറ്റ്മെൻറ്റിനെ മോശകരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണോ?
ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇപ്പം 2.5 വയസ്സായിട്ടും അതിൻ്റെ ഏജ് ഇക്വലൻ്റ് ആയിട്ട് കുട്ടി സംസാരിക്കുന്നില്ലെങ്കിൽ അതൊരു പ്യോർ സ്പീച്ച് ഡിലേ ആണോ അതോ അതിൻ്റെ അണ്ടർലൈൻഡ് ആയിട്ട് ഓട്ടിസം പോലെയുള്ള ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓട്ടിസം പോലെയുള്ള ഒരു അവസ്ഥയെ കൊണ്ടാണ് കുട്ടിക്ക് സംസാരിക്കാൻ പ്രയാസമുള്ളത് അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാത്തതെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടിസം ഉണ്ടോ ഇല്ലേ എന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ മൾട്ടി ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് തെറാപ്പി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതല്ല ഇപ്പോൾ ചെറിയ ഡിലേ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 3 വയസ്സ് വരെയൊക്കെ കുട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, റിഗ്രഷനൊന്നും വരുന്നില്ല, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് വീട്ടിൽ തന്നെ കൂടുതൽ സ്റ്റിമുലേഷൻസ് കൊടുത്തു നോക്കിയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 2.5 വയസ്സ് 3 വയസ്സ് വരെയൊക്കെ. അതല്ല ഒരു ഓട്ടിസം പോലെയുള്ള അവസ്ഥകളാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഈ സ്പീച്ച് തെറാപ്പി കൊണ്ട് മാത്രം നമുക്ക് ഒരു കുട്ടിയുടെ ക്യൂർ ആക്കി എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഓട്ടിസം എന്നൊരു കണ്ടീഷൻ കൊണ്ടാണ് സ്പീച്ച് ഡിലേ ഉള്ളതെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഓഡിറ്ററി പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും വോക്കൽ സ്റ്റിമ്മിങ്, ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ പാരൻസ് പറയുക ഇവൻ റൈംസ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. ഓക്കെ, വാക്കുകൾ കുറേ പറയുന്നുണ്ട് പക്ഷെ മീനിങ് ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്പീച്ച് തെറാപ്പിയുടെ കൂടെ നമ്മൾ ഓഡിറ്ററി ഇൻ്റഗ്രേഷൻ തെറാപ്പി കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇമോഷണൽ പാർട്ട് ഓഫ് ദ ബ്രെയിനും ലാംഗ്വേജ് പാർട്ട് ഓഫ് ദ ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും സ്പീച്ച് പ്രൊഡക്ഷൻ ഏരിയകൾ ബ്രെയിനിൽ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇമോഷണൽ പാർട്ട് ഓഫ് ദ ബ്രെയിനിലും നമുക്ക് സ്റ്റിമുലേഷൻസ് വേണം. അപ്പോൾ ബിഹേവിയർ തെറാപ്പിയും വേണം, സെൻസറി ഇൻ്റഗ്രേഷനും അതോടൊപ്പം തന്നെ സ്പീച്ച് തെറാപ്പിയും വേണം. പക്ഷേ ഇത് കൃത്യമായിട്ട് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു സക്സസിൻ്റെ പിന്നിലുള്ള രഹസ്യം. ഓക്കെ, ഇനി ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഇത്തരം ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടിക്ക് മ്യൂസിക് തെറാപ്പി എങ്ങനെയാണ് ഒരു രക്ഷകനാവുന്നത്? മ്യൂസിക് തെറാപ്പിക്ക് എന്താണ് റോളുള്ളത് അവിടെ എന്ന് പറയൂ. ഇപ്പം ജീവനിയം മറ്റ് സെൻറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് തന്നെ തീർച്ചയായിട്ടും തെറാപ്പികളോടൊപ്പം തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, ഫാമിലി സപ്പോർട്ടീവ് പ്രോഗ്രാം, ഇങ്ങനെ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു കോമ്പോണൻ്റ് ആണ് നമ്മൾ മ്യൂസിക് തെറാപ്പി. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, ബിഹേവിയർ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഒരു മ്യൂസിക് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പല കേസ് സ്റ്റഡീസ് നടത്തിയാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ ഇപ്പോൾ സ്പീച്ച് മാത്രം കൊടുത്തിട്ട് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്ത അവസ്ഥയിൽ അതിൻ്റെ കൂടെ മ്യൂസിക് തെറാപ്പിയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വോക്കലൈസേഷൻസ് കൂടിയിട്ടുണ്ട്, വേർഡ്സിൻ്റെ പ്രൊഡക്ഷൻസ് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സെൻസറി റെഗുലേഷൻസിന് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. കുട്ടി കൂടുതൽ കാമായിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് കൂടിയിട്ടുണ്ട്, ബിഹേവിയർ ഇഷ്യൂസ് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും തെറാപ്പി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മ്യൂസിക് തെറാപ്പി നമുക്കറിയാം, ഇന്ന് കൂടുതൽ സ്റ്റഡീസ് വരുന്നുണ്ട് ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ മ്യൂസിക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അത് കൃത്യമായ രീതിയിൽ ഇപ്പം നമ്മൾ ഏതൊരു തെറാപ്പി കൊടുക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഔഷധം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെ അതിനും ഒരു സ്ട്രക്ചേർഡ് പാറ്റേണും ഒരു പ്രോട്ടോക്കോളും നമ്മൾ കുറേ നമ്മുടെ ഒരു എന്താ പറയുക ഒരു 17 വർഷത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ടാണ് മ്യൂസിക് തെറാപ്പിക്കുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം സ്പെഷ്യൽ സ്കൂളുകളിൽ കുട്ടികളെ വിടേണ്ടതില്ല, അവർ ഈ മറ്റു കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെ റെഗുലർ സ്കൂളുകളിൽ വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരം റെഗുലർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ മറ്റു കുട്ടികളെ പോലെ അഡാപ്റ്റ് ചെയ്യാനും മറ്റു കുട്ടികൾ ഫോളോ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഫോളോ ചെയ്യാനൊക്കെ പറ്റുമോ? എന്താ ആസ് എ എക്സ്പെർട്ട്, ആസ് എ ഡോക്ടർ പറയുക? ഇപ്പം ഞാൻ എല്ലാ പാരൻസിനോടും പറയണതും നമ്മൾ പരിശ്രമിക്കുന്നതും നമുക്കറിയാം ഒരു ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം അല്ലേ. ജീവനത്തിൻ്റെ നമ്മുടെ ഒരു മെത്തഡോളജിയുടെ ഒരു വലിയൊരു കമ്പോണൻ്റാണ് ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം. അപ്പം ഈ ഒരു ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം നടപ്പിലാവണമെങ്കിൽ സത്യത്തിൽ ആദ്യം തന്നെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാകണം അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് റെഗുലർ സ്കൂളിൽ തന്നെ എൻട്രി വേണം. അവർ ടിപ്പിക്കൽ കുട്ടികളുടെ കൂടെ തന്നെ പഠിക്കുകയും അവർ വളരുകയും ചെയ്യുമ്പോഴാണ് അവരിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് പഠിക്കാൻ മാത്രമല്ല, ശരിയല്ലേ, ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മുടെ ആദ്യ കാലത്തെ നമ്മൾ പിന്നീട് നമ്മുടെ ക്യാരക്ടർ, ബിഹേവിയർ ഇതെല്ലാം എന്താ പറയുക രൂപപ്പെടുന്നത് നമ്മൾ സ്കൂളിൽ നിന്നാണ് അല്ലേ. ടീച്ചേഴ്സ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലുണ്ടാകുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവരെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ജീവനത്തിൻ്റെ വലിയൊരു എന്താ പറയുക ഒരു
ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെ സ്ട്രക്ചേർഡായിട്ട് അല്ലമിൻ പബ്ലിക് സ്കൂളുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞൊരു വർഷം നമ്മൾ LKG നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ LKG-യിലും UKG-യിലേക്കും അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ അവർ സ്കൂളിൽ പോകുന്നു, അവരുടെ ടിപ്പിക്കൽ കുട്ടികളുടെ കൂടെ വളരുന്നു, പഠിക്കുന്നു. അതിലെനിക്ക് പറയാനുള്ളത് ഈ ഒരു സിസ്റ്റത്തിലൂടെ ടിപ്പിക്കൽ കുട്ടികളും ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ 16 years ഓഫ് ഹെൽത്ത് കെയർ, നിങ്ങൾ 16 വർഷമായിട്ട് നിങ്ങളുടെ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ നിന്ന് ഇപ്പോൾ മെഡിപോളിസിലേക്ക് ഒരു എക്സ്പാൻഷൻ വരെയാണ്. ഈ എക്സ്പാൻഷൻ വിഷനിൽ പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പറയൂ. ഓക്കെ. മെഡിപോളിസ് എന്ന് പറയുന്ന ഒരാശയം ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജീവനിയം ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ തമ്മനത്തുള്ളത് ഒരു OPD ബേസിസിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് അവിടെ അറൗണ്ട് ദ ഗ്ലോബ് നമുക്ക് നമ്മുടെ ഈ ഒരു റിസർച്ച് ബേസ്ഡ് അപ്രോച്ചിലെ സഹായം തേടി നമുക്ക് എത്തി വരുന്നുണ്ട്. ഓക്കെ. അവർക്ക് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ്, ആ ഗ്യാപ്പുകൾ ബ്രിഡ്ജ് ചെയ്യുകയാണ് മെഡിപോളിസിലൂടെ നമ്മുടെ ടീം മെമ്പേഴ്സും എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയാണ് മെഡിപോളിസ് എന്ന് പറയുന്ന പുതിയൊരാശയം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് IP ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഡയറ്റിൻ്റെ വലിയൊരു റോള് അല്ലേ. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് വരുന്ന പാരൻസ് പുറമേ താമസിക്കുമ്പോൾ അവർക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻഹൗസ് തന്നെ കസ്റ്റമൈസ്ഡ് കുട്ടികൾക്ക് ഡയറ്റ് കൊടുക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് വിത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കൺവെൻഷണൽ എല്ലാ രീതിയിലുള്ള തെറാപ്പികളും ഫാമിലി സപ്പോർട്ടീവ് പ്രോഗ്രാംസും വൊക്കേഷണൽ ട്രെയിനിങ്ങും ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരു AI യുഗമാണ് അല്ലേ. എല്ലാറ്റിലും നമ്മൾ AI ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം നമ്മളിവിടെ AI ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് ഇമേഴ്സീവ് റീഹാബിലിറ്റേഷൻ സിസ്റ്റം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജീവനി മെഡിപോളിസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചൈൽഡ് കെയറിൽ കൂടാതെ ന്യൂറോ കെയർ, ഓർത്തോ കെയർ, മൈൻഡ് കെയർ, ഫാമിലി കെയർ, ഈ ഒരു ഏരിയയിലേക്കൊക്കെ നമ്മുടെ സർവീസസ് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റീഹാബിലിറ്റേഷനെ പറ്റി, അതെങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സാധാരണക്കാരന് നമുക്കൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നവർക്ക് ഹെൽപ്പ് ആവുന്നതും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യുമോ? ഓക്കെ. ഇപ്പം നമുക്കറിയാം AI ബേസ്ഡ് റീഹാബിലിറ്റേഷൻസ് പല കാര്യങ്ങളും ഇപ്പോഴും റിസർച്ച് ബേസിലാണ്. തീർച്ചയായിട്ടും മെഡിപോളിസ് കൊണ്ടുവരുന്ന ഈ ഒരു പുതിയ ആശയം നമ്മൾ IIT ഹൈദരാബാദായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഇവിടെ സാധാരണ നമുക്ക് VR വെർച്വൽ റിയാലിറ്റി നമുക്ക് ഫെമിലിയർ ആണ്. അതേപോലെ തന്നെ ഇമേഴ്സീവ് റൂംസും കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് ഇമേഴ്സീവ് റൂം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പേഴ്സണലൈസ്ഡ് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ ഡാറ്റ ഡ്രിവൺ ആണ്. പിന്നെ VR-ൽ നിന്ന് വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ റൂമിലേക്ക് നമുക്ക് പേഷ്യൻ്റെ കൂടെ ക്ലിനിഷ്യനും കൂടെ കയറാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഒരു സോഷ്യൽ അഡാപ്റ്റബിലിറ്റി, കൊഗ്നിഷൻ, ഇതെല്ലാം നമ്മൾ കൊഗ്നേറ്റീവ് ഏരിയാസ്, ബിഹേവിയറൽ ഏരിയാസ്, സെൻസറി ഏരിയാസ് ആൻഡ് സോഷ്യൽ അഡാപ്റ്റബിലിറ്റി എല്ലാം കൺവെൻഷണൽ തെറാപ്പിയുടെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് നിലവിലുള്ള തെറാപ്പികളുടെ കൂടെ തന്നെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ അവരെ ഒരു സോഷ്യൽ അഡാപ്റ്റബിലിറ്റിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു AIRസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് ഓട്ടിസം പോലെയുള്ള അവസ്ഥകൾക്ക് മാത്രമല്ല, ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സിന് എല്ലാം തന്നെ വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ. ഇതിപ്പോൾ എപ്പോഴത്തേക്കായിരിക്കും നമുക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടി തുടങ്ങാം? നമ്മൾ എപ്പോഴത്തേക്ക് ഇത് പ്രതീക്ഷിക്കുക? നമ്മളിപ്പോൾ ടെൻറ്റേറ്റീവ്ലി March 15th ആണ് നമ്മൾ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 17 വർഷത്തിൻ്റെ ചൈൽഡ് കെയർ സർവീസിന് ശേഷം ജീവനിയം മെഡിപോളിസ് നമ്മൾ എടപ്പള്ളി കൊച്ചിയിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നമ്മൾ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിനോടൊപ്പം തന്നെ നമ്മൾ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ്, നമുക്കറിയാം ഇന്നിപ്പോൾ സ്ട്രോക്ക് ആയാലും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഇതെല്ലാം ഒരുപാട് കൂടി വരുന്ന അവസ്ഥകളാണ് അല്ലേ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സ്, ഇതുമെല്ലാം വളരെയേറെ കൂടി വരുന്നുണ്ട്. പിന്നെ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി കെയർ പ്രോഗ്രാംസ്, ഇങ്ങനെ നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നുള്ള രീതിയിലേക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒപ്പത്തിന് തന്നെ എക്സ്പേർട്ട് ടീം മെമ്പേഴ്സും റിസർച്ചേഴ്സും അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസും എല്ലാമാണ് മെഡിപോളിസിലൂടെ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും മെഡിപോളിസ് നമ്മൾ എല്ലാ രീതിയിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലല്ല. വി ഹാവ് ഡൺ ഇറ്റ് ഇൻ ഇപ്പോൾ ഒരു വർഷത്തെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2004 ലാസ്റ്റ് മുതൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇതിൻ്റെ പിന്നാലെയായിട്ട് പല ഏരിയകളിലും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പം ഇറ്റ് വിൽ ഷുവർലി ബി എ പ്ലേസ് വെയർ
ഫാമിലീസ് റീഡിസ്കവർ ഹോപ്പ്. ഓക്കെ, എനിക്കറിയാം ആ ഒരു യാത്രയിലേക്കാണ് നിങ്ങളൊരു പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് എനിക്കറിയാം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അത് വലിയൊരു സക്സസ് ആവട്ടെ. ഈ പറയുന്നത് ജനങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് സൊസൈറ്റിക്കും കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വാളിറ്റി ടൈം ഡോക്ടർ. താങ്ക് യു.